Dear students, welcome back. Today, I am going to deal with the differences between training and development. In the previous class, we have discussed about the exact difference between training and development. What is training? What is development? You have already learned about the two terms. Okay. Training leads to development of an employee. It leads to the career of an employee, the career and prospects of an employee. Okay, so today we deal with what are the difference between training and development. What are the basic differences between training and development? എന്തെല്ലാമാണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? അതുമാത്രമല്ല എന്തെല്ലാമാണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? ആ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്? അതിൽ ഓരോന്നായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. മീനിങ്ങിൻ്റെ ബേസിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്? അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, മീനിങ്ങിൻ്റെ ബേസിൽ യു നോ ദാറ്റ് വാട്ട് ഈസ് ട്രെയിനിങ്? വാട്ട് ഈസ് ട്രെയിനിങ്? ട്രെയിനിങ് ഈസ് ദ പ്രോസസ് of what? Imparting knowledge and skill for doing a particular job. This is training. Training എന്ന് പറഞ്ഞാൽ, പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലി ചെയ്യുവാൻ വേണ്ടി അറിവും കഴിവും പകർന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രെയിനിങ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ വാട്ട് ഈസ് ഡെവലപ്മെന്റ്? What is development? Development is the process of attaining or achieving the overall growth of an employee for doing future management task. ഭാവിയിലെ മാനേജ്മെന്റ് ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി. ഭാവിയിൽ മാനേജ്മെന്റ് ടാസ്ക് മേ ബി ഇന്ന് അവൻ ഒരു അക്കൗണ്ട്സ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ ആവാം, നാളെ അവൻ GM എന്തോ ആവാം. As a result of promotion, we have already known that. So, overall growth of an employee, ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ മാനേജ്മെന്റ് ടാസ്ക് ചെയ്യുവാൻ വേണ്ടി അവനിൽ ഉണ്ടാവുന്ന ഓവറോൾ ഗ്രോത്തിനെയാണ്, ആ മൊത്തത്തിലുള്ള വളർച്ചയെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡെവലപ്മെന്റ് വാക്കുകൊണ്ട്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓൺ ദി ബേസിസ് ഓഫ് മീനിങ്. ഓക്കെ, അർത്ഥത്തിൻ്റെ ബേസിലുള്ള ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുക എന്തിൻ്റെ ബേസിലുള്ള ഡിഫറൻസാണ് പഠിക്കാൻ പോകുന്നത്? പർപ്പസിൻ്റെ, ഒബ്ജക്റ്റീവിൻ്റെ, ലക്ഷ്യം. ഓക്കെ, ലക്ഷ്യത്തിൻ്റെ ബേസിൽ എന്താണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പർപ്പസിൻ്റെ ബേസിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇനേബിൾസ് ദി എംപ്ലോയി ടു ഡു ദി ജോബ് ബെറ്റർ. ഓക്കെ, പർപ്പസിന്റെ, ലക്ഷ്യത്തിന്റെ ബേസിൽ ഒരു ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ അത് തൊഴിലാളിയെ എന്ത് ജോലിയാണോ അവൻ ചെയ്യുന്നത് ആ ജോലി നന്നായി ചെയ്യുവാൻ സഹായിക്കുന്നു ആസ് എ റിസൾട്ട് ഓഫ് ട്രെയിനിങ്. ഓക്കെ, അദ്ദേഹം ഒരു അക്കൗണ്ട്സ് ഓഫീസർ ആണോ, അവന് ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ കൂടുതൽ അവന് ആ ജോലി നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ പർപ്പസിന്റെ ബേസിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അറ്റ് ദ സെയിം ടൈം ഡെവലപ്മെന്റിന്റെ ബേസിൽ നമുക്ക് പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഡെവലപ്മെന്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇനേബിൾ ദ ഓവറോൾ ഗ്രോത്ത് ആണ്. ഒരു തൊഴിലാളിയുടെ മൊത്തത്തിലുള്ള വളർച്ചയാണ്. അക്കൗണ്ട്സ് ഓഫീസറിൽ അവനെല്ലാം ആവണം, അവന് എല്ലാ കഴിവും വളർത്തിയെടുക്കുകയാണ്, അവന് എല്ലാ കഴിവും ഉണ്ടാവുന്നു. അവന് അക്കൗണ്ട്സ് ഓഫീസറിന്റെ കഴിവുണ്ട്, അവന് ജനറൽ മാനേജറുടെ കഴിവുണ്ട്, അവന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കഴിവുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്രീസസ് ദി ഓവറോൾ ഗ്രോത്ത് ഓഫ് എൻ എംപ്ലോയി. അതാണ് പർപ്പസിന്റെ ബേസിൽ. ഓക്കെ, ലക്ഷ്യത്തിന്റെ ബേസിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് നമ്മൾ ഓറിയന്റേഷൻ, കേന്ദ്രീകരണം. എന്തിനാണ് അവിടെ ഓറിയന്റേഷൻ കൊടുക്കുന്നത്? ഓക്കെ, ട്രെയിനിങ്ങിൽ ഓറിയന്റേഷൻ കൊടുക്കുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ്. ട്രെയിനിങ് ഈസ് ഫോർ വാട്ട്? for doing a particular job. So training is a job oriented process. ഒരു പ്രത്യേക ജോലി ചെയ്യുവാനുള്ള ഒരു ഓറിയന്റേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്, അല്ലെ? ഒരു പ്രത്യേക ജോലി നന്നായി ചെയ്യുവാൻ, ഒരു പ്രത്യേക ജോലി ചെയ്യുവാനുള്ള ഒരു ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ്സാണ്. കരിയറിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കരിയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറാണ്, അല്ലേ? അവരുടെ പ്രവർത്തനക്ഷമതയാണ്, ഭാവിയിലൊക്കെ സംഭവിക്കുന്ന പ്രവർത്തനം, അവരുടെ കരിയറിലുണ്ടാകുന്ന ഗ്രോത്തിനെയാണ് അത് കാണിക്കുന്നത്. ഇന്ന് അവൻ അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് അവൻ ക്ലർക്കാണോ, ഇന്നും അവൻ ക്ലർക്കാണോ? അല്ല, അവൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നാളെ അവൻ ക്ലർക്കായിരുന്ന അവൻ ഒരു അക്കൗണ്ട്സ് ഓഫീസർ ആവാം, അക്കൗണ്ട്സ് ഓഫീസറിൽ നിന്ന് അക്കൗണ്ട്സ് മാനേജർ ആവാം, അക്കൗണ്ട്സ് മാനേജറിൽ നിന്ന് GM ആവാം. ദാറ്റ് മീൻസ് ദ ഇൻക്രീസിങ് ദ കരിയർ ഓഫ് ദാറ്റ് എംപ്ലോയി.
ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് കരിയറിലുണ്ടാകുന്ന വളർച്ചയാണ്, അല്ലാതെ പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്കോപ്പ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്കോപ്പിന്റെ ബേസിൽ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. യു നോ ദാറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ലിമിറ്റഡ് സ്കോപ്പ്. അതിനൊരു ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. ബിക്കോസ് എന്ത് ജോലിയാണ് അവൻ ചെയ്യുന്നത്, ഐ എം എ ടീച്ചർ അല്ലെ, ഒരു ടീച്ചറാണ് ഞാൻ, എനിക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടീച്ചിങ് എഫിഷ്യൻസി വർദ്ധിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അല്ലെ. അപ്പോൾ അതൊരു ലിമിറ്റഡ് സ്കോപ്പ് മാത്രമാണ് അല്ലെ. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ അതെയല്ല, ഞാനൊരു ഒരു പക്ഷേ ടീച്ചറാവാം, അല്ലെങ്കിൽ ഭാവി മറ്റു പല ജോലികളും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു വൈഡർ ചോയ്സ് ആണ് ഉണ്ടാവുന്നത്, വൈഡർ സ്കോപ്പാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡർ വിപുലമായ സ്കോപ്പാണ്, ലിമിറ്റഡ് സ്കോപ്പ് അല്ല. ഓക്കെ, അടുത്തത് ഏതിന്റെ ബേസിലാണ്? നാച്ചുറൽ ബേസിലാണ്, സ്വഭാവത്തിന്റെ ബേസിലാണ് നമുക്ക് പറയാം ട്രെയിനിങ്. ഇറ്റ് ഈസ് എ റിജിഡ്, അത് കർക്കശമാണ്. എന്തിനാണോ ട്രെയിനിങ് കൊടുക്കുന്ന ആ കാര്യത്തിന് മാത്രമേ ട്രെയിനിങ് കിട്ടുകയുള്ളൂ, വേറൊരു കാര്യത്തിലോട്ട് അത് പോവില്ല. സോ ഇറ്റ് ഈസ് റിജിഡ്. ഓക്കെ, എന്നാൽ ഡെവലപ്മെന്റിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഓക്കെ, അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഫ്ലെക്സിബിൾ മീൻസ് ചേഞ്ചസ് വരാം. ഓക്കെ, ഇന്ന് ചെയ്യുന്ന ജോലി ആവില്ല മേ ബി നാളെ ഞാൻ ചെയ്യേണ്ടി വരിക. അതിലെന്ത് സംഭവിക്കാം? എന്നിലുണ്ടാവുന്ന ഡെവലപ്മെന്റിന്റെ ഫലമായിട്ട് അല്ലെ, എന്നിൽ സംഭവിക്കുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട്, ആ ഓവറൽ ഗ്രോത്തിന്റെ ഫലമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലിയിലും എന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ സോ ഡെവലപ്മെന്റ് ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ ഫ്യൂച്ചർ ടാസ്ക് അല്ലെ, അത് ഒരു വ്യക്തിയുടെ ഭാവിയിലെ കാര്യത്തിന് വേണ്ടിയാണ്. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ്. ഏതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ പഠിച്ചത്? മീനിങ്ങിന്റെ ബേസിൽ പഠിച്ചു, പർപ്പസിന്റെ ബേസിൽ പഠിച്ചു, ഓറിയന്റേഷന്റെ ബേസിൽ പഠിച്ചു, സ്കോപ്പിന്റെ ബേസിൽ പഠിച്ചു, നാച്ചുറലിന്റെ ബേസിലും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് what are the basic differences between training and education. ഓക്കെ, ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് എന്താണ്? പരിശീലനവും വിദ്യാഭ്യാസവും അല്ലെ. വിദ്യാഭ്യാസവും നമുക്ക് ലഭിക്കുന്നുണ്ട്, പരിശീലനം. ഒരു ജോലി നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഹീസ് ആൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ പറയും, അവനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ അവന് എന്ത് കിട്ടുന്നുണ്ട്? ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള കോഴ്സിൽ അവന് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്, അവന് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട് അല്ലെ. സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ? എന്തൊക്കെയാണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മീനിങ്ങിന്റെ ബേസിലാണ് പറയുന്നത്. മീനിങ്ങിന്റെ ബേസിൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ വാട്ട് ഈസ് ട്രെയിനിങ്? ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇംപാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ ഫോർ ഡൂയിങ് പൊട്ടിക്കൽ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യുവാൻ വേണ്ടി, അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസർ എന്നുള്ള പ്രത്യേക ജോലി ചെയ്യുവാൻ വേണ്ടി അവനിലോട്ട് കഴിവോ അറിവോ പകർന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രെയിനിങ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക, എഡ്യൂക്കേഷൻ മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇംപാർട്ടിംഗ് നോളജ്. ഓക്കെ, അറിവ് പകർന്നു കൊടുക്കുക തന്നെയാണ്. അറിവ് ട്രെയിനിങ് പോലെ തന്നെ അറിവ് ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അറിവ് പകർന്നു കൊടുക്കുക എന്നാണ്. മാത്രമല്ല, ആൻഡ് മേക്കിംഗ് ദി എംപ്ലോയി അണ്ടർസ്റ്റാൻഡ് ദി ബേസിക് പ്രിൻസിപ്പിൾ. അത് മാത്രമല്ല, ഒരു തൊഴിലാളിയെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച്, എന്തെല്ലാമാണ് അവൻ ചെയ്യുന്ന ജോലി, അതുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ അവന് ലഭിക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കാം? എഡ്യൂക്കേഷൻ എന്ന വാക്ക്. എന്തെല്ലാമാണോ അടിസ്ഥാന ബേസിക് പ്രിൻസിപ്പിളായിട്ട് ഒരു ജോബുമായി റിലേറ്റഡ് ആയിട്ട് അവൻ അറിയേണ്ടത്, അത് മനസ്സിലാക്കുന്നതും ഏതിലൂടെയാണ്? എഡ്യൂക്കേഷനിലൂടെയാണ് അല്ലേ. അപ്പൊ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ ഒരു CA, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ അവൻ എഡ്യൂക്കേഷനിലൂടെ അവന് CA എന്നുള്ള കോഴ്സിനെ കുറിച്ച് അവന് അറിവ് കിട്ടുന്നു അല്ലേ. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, ഒരു CA-കാരനായ ഞാൻ എന്തെല്ലാം ജോലിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള എല്ലാ ബേസിക് പ്രിൻസിപ്പിൾസും എഡ്യൂക്കേഷനിലൂടെ അവന് ലഭിക്കുന്നു അല്ലേ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ജോലി നന്നായി ചെയ്യുവാനുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അപ്പം മീനിങ്ങിന്റെ ബേസിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇംപാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി അറിവോ കഴിവോ വർദ്ധിപ്പിക്കുന്നതിന് ട്രെയിനിങ് എന്നും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇംപാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ. നോളജ് നമുക്ക് പറയാം, അതും അറിവ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് മാത്രമല്ല, ആൻഡ് മേക്കിംഗ് ദി എംപ്ലോയി അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾ. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട തത്വങ്ങൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടോ തൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണോ ഒരു പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതും ഇതിലൂടെയാണ്? എഡ്യൂക്കേഷനിലൂടെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ പർപ്പസ്, ഇതിന്റെ ഒബ്ജക്റ്റീവ്, ഇതിന്റെ ലക്ഷ്യം എന്താണ്? ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഇനേബിൾസ് ദി എംപ്ലോയി ടു ഡു ദി ജോബ് ബെറ്റർ. ഓക്കെ, ഏത് ജോലിയാണോ നന്നായി ചെയ്യുന്നത് ആ ജോലി നന്നായി ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം. ഏത് ജോലിയാണോ ചെയ്യുന്നത്, എല്ലാ ജോലിയല്ല അവിടെ ഉദ്ദേശിക്കുക, ഏത് ജോലിയാണോ ഞാനിപ്പോൾ ചെയ്യുന്നത്
ഓക്കെ, മിസ്റ്റർ എക്സ് ഏത് ജോലിയാണ് ചെയ്യുന്നത്, അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിൽ ആ ജോലി അവൻ നന്നായി ചെയ്യുന്നില്ലേ, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ആ ജോലി അവൻ നന്നായി ചെയ്യുന്നില്ലേ, ആ ജോലി നന്നായി ചെയ്യുവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ട്രെയിനിങ്. ബട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് enables the employee to understand the basic principles of that job. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ, ഒരു ജോബുമായി റിലേറ്റഡ് ആയി അടിസ്ഥാന തത്വങ്ങൾ അറിയുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, എഡ്യൂക്കേഷൻ. അതാണ് എഡ്യൂക്കേഷനിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ഒരു ടീച്ചർ ആയാൽ എങ്ങനെയാണ്, എന്താണ് അവിടെ പകർന്നു കൊടുക്കുന്നത്, അതിൻ്റെ തത്വങ്ങൾ എന്തെല്ലാം, ഒരു ടീച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളല്ല, അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട പ്രധാനപ്പെട്ട തത്വങ്ങളെല്ലാം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തത്വങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതാണ് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, എഡ്യൂക്കേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ഓറിയന്റേഷൻ, എന്തിലാണ് ഒരു ശ്രദ്ധ കൊടുക്കുന്നത്, കൂടുതൽ ഓറിയന്റേഷൻ കേന്ദ്രീകരണം എന്തിലാണ് കൊടുക്കുന്നത് നോക്കുക. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ ജോബ് ഓറിയന്റഡ്. Of course, it is a job-oriented process. Training is always considered as a job-oriented process. ജോലിക്കാണ് അവിടെ പ്രാധാന്യം. ഓക്കെ, ജോലിക്കാണ് അവിടെ പ്രാധാന്യം. ബട്ട് അറ്റ് ദ സെയിം ടൈം എഡ്യൂക്കേഷൻ ഈസ് എ നോളജ്-ഓറിയന്റഡ് പ്രോസസ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിവാണ് അവിടെ, അറിവിനാണ് പ്രാധാന്യം. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ജോലി, ഒരു വ്യക്തി എങ്ങനെ നല്ല രീതിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഒരു കമ്പനിയിൽ എങ്ങനെ ജോലി ചെയ്യുന്നത്, അവന് അറിവുള്ളതുകൊണ്ട്, തിയററ്റിക്കൽ നോളജ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ ജോബിനാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ എഡ്യൂക്കേഷനിൽ നോളജിനാണ് ഇമ്പോർട്ടൻറ്റ്. നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആസ് ഇൻ ദി കേസ് ഓഫ് ഓറിയന്റേഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് നാച്ചർ. ഓക്കെ, ഇതിന്റെ നാച്ചർ എങ്ങനെയാണ് നമുക്ക് പഠിക്കുക. ഇറ്റ് ഈസ് മോർ പ്രാക്ടിക്കൽ. It is more practical. Training is considered as a more practical work. Practical worക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. തിയററ്റിക്കൽ നോളജിനേക്കാൾ കൂടുതൽ എന്തിനാണ് ഇമ്പോർട്ടൻസ്, പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലിനാണോ തിയററ്റിക്കലിനാണോ ഇമ്പോർട്ടൻസ് വരിക? യെസ്, തിയറിക്കാണ് ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ നേച്ചറിന്റെ ബേസിൽ, പ്രകൃതത്തിന്റെ ബേസിൽ നമുക്ക് പറയാം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലേ. എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് തിയറിയാണ്. ആ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ ട്രെയിനിങ്ങിലൂടെ. ഓക്കെ, ട്രെയിനിങ്ങിലൂടെ നമ്മൾ അത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുക. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ മീനിങ്ങിന്റെ ബേസിൽ നമ്മൾ പറഞ്ഞു അല്ലെ, പർപ്പസിന്റെ ബേസിൽ നമ്മൾ പറഞ്ഞു, ഓറിയന്റേഷന്റെ ബേസിൽ പറഞ്ഞു, നാച്ചറിന്റെ ബേസിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിഫറൻസസ്. ട്രെയിനിങ് ആയാലും ഡെവലപ്മെന്റ് ആയാലും അതുപോലെ തന്നെ ട്രെയിനിങ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഡിഫറൻസിന്റെ ബേസിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ.